പള്ളിക്കോണം രാജീവ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ പലരും കാണുന്ന ഒരു പ്രൊഫൈലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് ഇട്ടു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി UDF ഉപയോഗിച്ച പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനവും തുടർന്നുള്ള വിവാദങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. ഈ അവസരത്തിൽ പള്ളിക്കെട്ടും പാരഡിയാണ് എന്നും അതിന്റെ ചരിത്രവും പറയുകയാണ് ആ കുറിപ്പിലൂടെ രാജീവ് പള്ളിക്കോണം. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് നാഗൂർ ദർഗ. ഇവിടെ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനെ യാ അല്ലാ എന്ന് തുടങ്ങുന്ന ഒരു ഭക്തിഗാനമുണ്ട്. ആ ഭക്തിഗാനത്തിന്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് ഭാഷാ പണ്ഡിതനും കവിയും ഭക്തഗാന രചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖമാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനം രചിച്ചത് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനവും ഒരു പാരഡി ഗാനമാണ് എന്ന് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി കേൾക്കുന്ന ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് ജാതിമത വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി അതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചതെന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏത് ഗാനമാണ് ആദ്യം പിറന്നത് എന്ന് തെളിയിക്കാൻ ആധികാരിക രേഖ ഒന്നുമില്ല എങ്കിലും പാട്ടിന്റെ രീതിയും ശൈലിയും പരിഗണിക്കുമ്പോൾ നാഗൂർ ദർഗയിലെ ഗാനമായിരിക്കാം ആദ്യം പിറന്നു എന്ന് വേണം അനുമാനിക്കാനെന്ന് പള്ളിക്കോണം രാജീവ് പറയുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പൊന്ന് വായിക്കാം. ഇരുമുടി താങ്കി എന്ന വിരുദ്ധത്തെ തുടർന്ന് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലക്കും എത്തി എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തി ഗാനവും ഒരു പാരഡി ഗാനമാണ്. മറ്റൊരു പാട്ടിന്റെ ഈണത്തെ അനുകരിച്ച് വരികൾ എഴുതുന്ന രീതിയാണ് പാരഡിയുടേത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനെ യാ അല്ലാ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഗാനരചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനം. ജാതി മത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് എപ്പോഴുമുള്ള നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് അതുപോലെ തന്നെ ജാതിമത വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി അതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചത്. മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടാൻ തമിഴർക്കെല്ലാം ചിരപരിചിതമായ ഈ ഗീണം സഹായകമായി. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈരം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ വൈമനസ്യം തോന്നി എന്നും വരാം. ഹിന്ദുക്കളുടെ പാട്ടും കലയും മറ്റുള്ള മതക്കാർ അടിച്ചു മാറ്റുന്നു എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ ഹിന്ദുത്വ തീവ്രവാദികൾ പരിഹാസമുയർത്തുന്ന ഈ സാഹചര്യത്തിൽ ഈ അറിവ് അവർക്കൊരു തിരിച്ചടിയുമായിരിക്കും. ഡോക്ടർ ഷൺമുഖം തമിഴ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു. ദ്രാവിഡ കഴക പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി പെരിയോർ EV രാമസ്വാമി നായ്ക്കരുടെ അനുയായി മാറിയ ഷൺമുഖം ഗണപതി വിഗ്രഹങ്ങളിൽ ചെരുപ്പുമാല ചാർത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നാസ്തികനിൽ നിന്ന് ഭക്തനിലേക്ക് ഉണ്ടായ മാറ്റത്തിന് ഒരു മാരക രോഗത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കാരണമായത്. തുടർന്ന് തമിഴിൽ 400ഓളം ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മിക്ക ഗാനങ്ങളും ഏറെ ജനപ്രിയമായി മാറി. ശിർക്കാഴി ഗോവിന്ദരാജൻ പാടി പ്രശസ്തമാക്കിയ വിനായകനെ വിനയ് തീർപ്പവനെ എന്ന ഗാനവും പള്ളിക്കെട്ടിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ്. ഒരു ഗാനത്തിന്റെ പാരഡിയായി മറ്റൊരു ഗാനം രചിക്കുന്ന രീതി പണ്ട് മുതലേ ഭക്തിഗാന രചനകളിൽ സാധാരണമാണ്. പഴയ കാലത്ത് ജനപ്രിയ സിനിമാ ഗാനങ്ങളുടെ പാരഡിയായി ഭക്തിഗാനം രചിച്ച് അച്ചടിച്ചു വരുന്ന പാട്ടുപുസ്തകത്തിൽ പ്രസ്തുത സിനിമാ ഗാനത്തിന്റെ മട്ടിൽ എന്ന് പാട്ടിന് മുൻപായി എഴുതി ചേർക്കുന്ന പതിവും ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി പാട്ടുകൾ സന്ധ്യാനാമകീർത്തനങ്ങളായി അമ്മമാർ ഭക്തിയോടെ ചൊല്ലിക്കേട്ടിട്ടുമുണ്ട്. ഭക്തിഗാനത്തെ പാരഡിയാക്കി കോമഡി പാട്ടുകൾ വരെ പലരും എഴുതി പാടിയിട്ടും കടുത്ത വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് വിഷയത്തിൽ കുഞ്ഞുപിള്ളയെ 1ാം പ്രതിയാക്കി കേസെടുത്തത്. കൂടാതെ ഡാനിഷ് മലപ്പുറം, CMS മീഡിയ, സുബൈർ പന്തലൂർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതവികാരം വ്രണപ്പെടുത്തുകയും ഇരുവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ് കേസെടുത്തത്. ഗാനരചയിതാവിന്റെ പേര് GP കുഞ്ഞബ്ദുള്ള എന്നാണെങ്കിലും പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുപിള്ള എന്നാണ് എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. മതപരമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ ഗാനം പ്രചരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.